വിശുദ്ധ യൗസേപ്പിൻ്റെ വണക്കമാസം 30-ാം തീയതി മാർ യൗസേപ്പിനെ ബഹുമാനിക്കാൻ ദൈവമാതാവ് ആഗ്രഹിക്കുന്നു. മാനുഷികമായ ഐക്യത്തിൽ ഏറ്റവും അവഗാഢമായ ഒന്നാണ് ഭാര്യ ഭർത്തൃ ബന്ധം. അവർ രണ്ടല്ല ഒന്നാണ്. വിശുദ്ധ മത്തായി 22-ാം അധ്യായം. എന്നു നമ്മുടെ കർത്താവ് യേശു മിശിഹാ തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപ്പെടുത്തരുത് എന്നു ഈശോ മിശിഹ കൽപ്പിച്ചു. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ഭാഗഭാഗിത്വമുണ്ട്. ഭർത്താവിൻ്റെ സമ്പത്തിനും നന്മയിലും ഭാര്യയ്ക്കും അവകാശമുണ്ട്. അതുപോലെ ഭാര്യയുടേതിൽ ഭർത്താവിനും. അതിനാൽ പരിശുദ്ധ കന്യക അവിടുത്തെ പരിശുദ്ധ ഭർത്താവായ മാർ യൗസേപ്പിൻ്റെ മഹത്വവും ബഹുമാനവും ആഗ്രഹിക്കുമെന്നുള്ളത് അനുഗതാസിതമാണ്. പരിശുദ്ധ കന്യയ്ക്ക് മാർ യൗസേപ്പിനോട് ചില കടപ്പാടുകളുണ്ട്. ഭർത്താവ് എന്നുള്ള നിലയിൽ തിരുക്കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പരിശുദ്ധ കന്യ വന്യപിതാവിനോട് വിധേയത്വമായിട്ടാണ് വർത്തിച്ചത്. യഹൂദന്മാരുടെ നിയമമനുസരിച്ച് അവിവാഹിത ജീവിതം നിഷേധമാണ്. എന്നാൽ പരിശുദ്ധ കന്യാവൃത പാലയത്തിന് സന്നദ്ധരായപ്പോൾ അതേ ആശയാദരങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയെ വരനായി ലഭിക്കേണ്ടിയിരിക്കുന്നു. മാർ യൗസേപ്പ് വിവാഹ അനന്തരം വിരക്ത ജീവിതം നയിക്കുവാൻ സന്നദ്ധനായതും പരിശുദ്ധ കന്യയുടെ പതിവ്രതത്തെയും കന്യാവ്രതത്തെയും സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സന്നദ്ധനായതും നിമിത്തം പരിശുദ്ധ കന്യ മാർ യൗസേപ്പിനോട് അതീവ കൃതജ്ഞതയായിരിക്കണം. പരിശുദ്ധ കന്യാവ്രതം പാലിക്കുന്നവരെ അനിത സാധാരണമായ വിധം സ്നേഹിക്കുന്നു. അവരെ മഹത്വപ്പെടുത്തുകയും അനാന്യസാധാരണമായ ദാനവരങ്ങളാൽ സമ്പന്നരാക്കുകയും ചെയ്യുന്നതിൽ അതീവ താല്പര്യരാണ്. കൂടാതെ മാർ യൗസേപ്പ് പിതാവ് പരിശുദ്ധ കന്യയെയും ഉണ്ണിമിശിഹായെയും അനേകം ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ ഉത്സുകനായിരുന്നു. ഹെറോദേസിന്റെ കോപാഗ്നിയിൽ നിന്നും ഉണ്ണിമിശിഹായെ രക്ഷിച്ചതിനാൽ പരിശുദ്ധ കന്യയ്ക്ക് മാർ യൗസേപ്പിനോട് അതിയായ കൃതജ്ഞതയുണ്ട്. മെസ്രാനിയയിലെ പ്രവാസകാലത്ത് നസ്രസിൽ പ്രത്യാഗമിച്ചതിനു ശേഷം വിശുദ്ധ യൗസേപ്പ് ഒരു മാതൃകാ ഭർത്താവ് എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യയെ അതിയായി സ്നേഹിക്കുകയും ഭക്ഷണം, വസ്ത്രം എന്നിങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്നു. തിരുക്കുടുംബത്തെ പോറ്റിയത് മാർ യൗസേപ്പിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടാണ്. ഈ കാരണങ്ങളെല്ലാം മാർ യൗസേപ്പിൻ്റെ മഹത്വം പരിശുദ്ധ കന്യക ആഗ്രഹിക്കുന്നു. പരിശുദ്ധ കന്യകയോട് നാം അപേക്ഷിക്കുമ്പോൾ അമ്മ നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ടാകണം: നിങ്ങൾ എൻ്റെ വിരക്ത ഭർത്താവായ മാർ യൗസേപ്പിൻ്റെ പക്കൽ പോകുവിൻ. അദ്ദേഹം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ്. കൂടാതെ നാം മാർ യൗസേപ്പിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന കാരണത്താൽ പരിശുദ്ധ കന്യക അനേകം അനുഗ്രഹങ്ങളും ദാനങ്ങളും നൽകാമെന്നുള്ളത് നിസ്സർഗമാണ്. ഭർത്താവിൻ്റെ മഹത്വം ഭാര്യയുടേതും ഭാര്യയുടെ മഹത്വം ഭർത്താവിൻ്റേതുമാണല്ലോ. നമ്മുടെ വന്യപിതാവിനെ ബഹുമാനിക്കുമ്പോൾ പിതാവായ ദൈവത്തിനും ഈശോ മിശിഹായ്ക്കും പരിശുദ്ധ ആത്മാവിനും അതിലൂടെ മഹത്വം നൽകുന്നു. പരിശുദ്ധ കന്യകയെയും നാം സ്തുതിക്കുകയാണ്. സംഭവം: തിരുവനന്തപുരത്തിനടുത്തുള്ള വിഴിഞ്ഞം തുറമുഖത്തെ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്വന്തം ജീവിതാനുഭവം എടുത്തുകാട്ടിയിട്ടുള്ളതാണ് താഴെ കാണുന്ന സംഭവം.
യോഹന്നാൻ എന്നു പേരുള്ളവനും വിശുദ്ധ യൗസേപ്പിന്റെ ഭക്തനും ആയ ആ മനുഷ്യൻ ഒരു ദിവസം കടലിൽ വള്ളവുമായി പോയി തീരത്തു നിന്നും 4 മൈൽ അകലെ മീൻ പിടിച്ചുകൊണ്ടിരുന്നു. അയാളുടെ വള്ളത്തിന്റെ തുഴക്കോൽ എങ്ങനെയോ കടലിൽ വീണുപോയി. ഭയങ്കരമായ ആഞ്ഞടിച്ച തിരമാലകൾ അതിവേഗം പറത്തിക്കൊണ്ടുപോയ തുഴക്കോൽ തിരിച്ചെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. മല പോലെ ഉയർന്നു വന്ന ഓളങ്ങളിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. അതിനെ നിയന്ത്രിച്ചു കരയ്ക്കടുപ്പിക്കുവാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയമടഞ്ഞു. പുറംകടലിലേക്കാണ് വള്ളം നീങ്ങുന്നത്. സർവ കഴിവും ഉപയോഗിച്ച് പരിശ്രമിച്ചു. യാതൊരു രക്ഷാമാർഗവുമില്ല. രാത്രി മുഴുവൻ തുഴയില്ലാതെ ഇളകി മറിയുന്ന വള്ളത്തിൽ കെട്ടിപ്പിടിച്ചിരുന്നു. ഈ നിസ്സഹായാവസ്ഥയിൽ എല്ലാവർക്കും സഹായമായ മാർയോസേപ്പിന്റെ മാധ്യസ്ഥം യാചിക്കുകയായിരുന്നു അയാളുടെ ഏക ശരണം. കടലുമായി മല്ലിട്ടു തളർന്നു കഴിഞ്ഞു. യോഹന്നാൻ നോക്കി. അതാ ഒരു കാഴ്ച. നീണ്ട വണ്ണം കുറഞ്ഞ ഒരു തടിക്കഷ്ണം തിരമാലയിൽ പെട്ട് വളരെ വേഗത്തിൽ തൻ്റെ വള്ളത്തിൻ്റെ സമീപത്തേക്ക് വരുന്നു. സർവ കഴിവുകളും പ്രയോഗിച്ചു നോക്കി. ആ തടിക്കഷ്ണം കരസ്ഥമാക്കി വള്ളത്തിലേക്ക് വന്നു. അയാൾ വിസ്മയിച്ചു. തൻ്റെ വള്ളത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ തുഴ തന്നെ. അതുപയോഗിച്ച് വള്ളം തുഴഞ്ഞ് ആ മനുഷ്യൻ തീരത്ത് വന്നെത്തി. തനിക്കു സഹായമരുളി ജീവൻ രക്ഷിച്ച മാർയോസേപ്പിനെ ആ സാധു മനുഷ്യൻ സഹസ്രം സമർപ്പിച്ചു. ജപം. ദൈവജനനിയായ പരിശുദ്ധ കന്യകേ, അങ്ങേ വിരക്ത ഭർത്താവായ മാർയോസേപ്പിനോടുള്ള ഭക്തി അങ്ങേക്ക് പ്രസാദജനകവും അനുഗ്രഹദായകവുമാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അതിനാൽ ഈ പുണ്യപിതാവിനോട് ഞങ്ങൾ സുവിശേഷ ഭക്തിയുള്ളവരായി ജീവിച്ചു കൊള്ളാം. നാഥേ, അങ്ങയെയും ദിവ്യകുമാരനെയും മാർയോസേപ്പിനെയും കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങളുടെ വിശ്വസ്ത ദാസർക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുവാനും ആവശ്യമായ അനുഗ്രഹം നൽകണമേ. മാർയോസേപ്പെ, അങ്ങേ കന്യകയെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതുപോലെ ഞങ്ങളും ദൈവമാതാവിനെ സ്നേഹിക്കുകയും അവളുടെ സേവനത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനും വേണ്ട അനുഗ്രഹം നൽകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ അറിഞ്ഞു പറയമേ. സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടാവും. പരിശുദ്ധമേ തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേൻ. വിശുദ്ധ യൗസേപ്പിതാവിന്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സർവ്വസ്നായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക. ലോകരക്ഷനായ ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധമേ, വിശുദ്ധ മറിയമേ, വിശുദ്ധ യൗസേപ്പേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനനിയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാര, ദൈവകുമാരന്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിന്റെ നാഥനെ, എത്രയും നീതിമാനായ വിശ്വാസപ്പേ, മഹാവിരക്തനായ വിശ്വാസപ്പേ, മഹാവിവേകിയായ വിശ്വാസപ്പേ, മഹാധീരനായ വിശ്വാസപ്പേ, അത്യന്തം അനുസരണമുള്ള വിശ്വാസപ്പേ, മഹാവിശ്വസ്തനായ വിശ്വാസപ്പേ,
ക്ഷമയുടെ ദർപ്പണമേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, തൊഴിലാളികളുടെ മാതൃകയെ, കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, കന്യകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആധാരമേ, നിർഭാഗ്യരുടെ ആശ്രമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുക്കളുടെ പരിഭ്രമമേ, തിരുസഭയുടെ പാലക, ഭൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദേവചമ്പ്രാട്ടിൻകുട്ടിയായ സംബ്രാനെ, കർത്താവേ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഭൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദേവചമ്പ്രാട്ടിൻകുട്ടിയായ സംബ്രാനെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദേവചമ്പ്രാട്ടിൻകുട്ടിയായ സംബ്രാനെ, കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനും ആക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധകന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശ്വസ്തനുമായ യൗസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ ബാധ്യസം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃതജപം. കന്യാമറിയത്തിന്റെ വിശ്വസ്ത ഭർത്താവേ, ഞങ്ങളിൽ പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കണമേ.